ഇന്നലെ വന്നില്ലല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ വരാത്തതാണ് കുഴപ്പമായതല്ലേ? നീ എന്തെങ്കിലും സമയത്തിന് വന്നിട്ടുണ്ടോടാ? ഞാനൊന്നും സമയത്ത് തന്നെ നീ സമയത്തിന് വന്നിട്ടില്ല. സമയത്താ വരുന്ന. ഇപ്പൊ സമയം 10:30 കഴിഞ്ഞറിയാമോ? അത് സമയല്ലേ? എന്തുവാടാ ഇത്? യൂണിഫോം. അവന്റെ യൂണിഫോം കണ്ടോ? നേരെ പിടിച്ചിട. അമ്മ ഇട്ടു. ഇതെന്താണ്? ബട്ടൺസ് ഇല്ല, കെട്ടിവെക്കാം. അതാ നല്ലത്. അതൊക്കെ കുമ്പളങ്ങ പോലെ ഒരു വയറ് കൊണ്ട് കുത്തി അങ്ങ് പൊട്ടിച്ചോണം കേട്ടോ. നിന്റെ സ്ലേറ്റ് എവിടെ പോയടാ? ഇതെന്തോടാ, ജനലിന്റെ ഫ്രെയിമോ? ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എന്ത്? ഇന്നലെ അച്ഛനും അമ്മയും കൂടെ വഴക്ക് കൂടി. അപ്പൊ അമ്മയുടെ അച്ഛന്റെ തലക്കടിച്ചു. നിന്റെ അച്ഛന്റെ തല ഒരു പരിവായി കാണുമല്ലോ. 18 തയ്യലുണ്ട്. ആണോ? നിന്റെ അച്ഛനോട് പറ ഒരു തയ്യക്കട അങ്ങോട്ട് തുടങ്ങാൻ. 18 തയ്യലുണ്ടെന്ന്. ഇവിടുന്ന ബോർഡ് എന്താടാ? ഇവിടുന്ന ബോർഡ് എന്തേ? പെമ്പിള്ളേരുടെ മൂത്രപ്പുരയ്ക്ക് കഥയില്ല, അതെടുത്ത് അവിടെ കൊണ്ടുവച്ച്. നിന്റെയൊക്കെ മൂത്രപ്പുരയുടെ വാതിലങ്ങോട്ട് എടുത്തു വെച്ചാൽ എന്താ കുഴപ്പം? ഞങ്ങൾക്ക് വേണം. എടാ, ഒരു നാണക്കാരൻ വന്നേക്കുന്നു. 21ാമത്തെ പാഠം എടുത്ത് വായിക്ക്, എളുപ്പാട്ടെ. എന്തുവാടാ, ബ്രഷ് മുക്കി പെയിന്റ് അടിക്കുന്നു? അതിനകത്തങ്ങ് വെച്ച് തൂക്കാതെ. അത് പഠിക്കാനുള്ള പുസ്തകമാണ് കേട്ടല്ലോ. ഒന്നും വെച്ച് തൂക്കരുത്. വായിക്കും. വായിക്കട്ടെ. ആദ്യം തൊട്ടാണ്? അല്ലടാ, അവസാനം വായിക്കടാ. എന്നിട്ട് പാഠം 21. പാഠം 21. പാഠം 21. പാഠം 21. പാഠം 21. പാഠം 21. പാഠം ഇപ്പൊ 63 ആയല്ലോ. പാഠം വായിക്കണ്ട, ബാക്കി താഴോട്ട് വായിക്കും. എന്താ പാ മാത്രമേ ഉള്ളൂ, തലേണിയൊന്നും ഇല്ലേ? എന്താ അക്ഷരം ഇല്ലടാ? എന്നാ പിന്നെ വായിക്കങ്ങോട്ട്. പാഠം 21 കക്ക. പാഠം 21 കക്ക. എടാ, ഞാൻ പറഞ്ഞു അക്ഷരം നോക്കി പുസ്തകം നോക്കി വ്യക്തമായിട്ട് വായിക്കണമെന്ന് കേട്ടാ. പാഠം 21 കക്ക. ഞാൻ വായിച്ചുതരാം, കറക്റ്റായിട്ട് കേട്ടോണം കേട്ടോ. പാഠം 21 കക്ക. മക്കളെ, നമ്മുടെ സർക്കാർ ബസ് അടിക്കുന്ന പുസ്തകമാണ്. അക്ഷരത്തെറ്റോരും അപ്പുറത്തൊരു ദീർഘോട്. അപ്പോഴെങ്ങനെ വായിക്കും? ആ കാക്കയെല്ലാം കൂടെ അങ്ങ് പറന്നു പോയി കാണുമല്ലോ. ഇവിടെ കേട്ടാ മതി, പതുക്കെ വായിക്കും. എന്തുവാ, മുയലിരുന്നു പ്രാർത്ഥിക്കുന്നു? എനിക്ക് കേക്കണം, നിന്റെ മനസ്സിൽ പഠിച്ചാ പോരാ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കൂട്ടറല്ല, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കൂട്ടിനകത്തൊരു കുഞ്ഞ്. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞുണ്ടോ? എന്തുവാടാ ഇത്? ബട്ടൺസ് പൊട്ടിപ്പോയി. ബട്ടൺസ് ഒന്നും ഇല്ലാതാണ് ഇങ്ങോട്ട് വന്നത്. ശശികല ഒരു പിന്നേര്. ഇനി ശശികലയുടെ കയ്യിൽ നിന്ന് പിന്നെ മേടിച്ചിട്ട് വേണം അവൾ ഉടുതുണി ഇല്ലാതെ തെക്ക് വടക്ക് നടക്കാൻ. അതൊന്നും വേണ്ട. നാളെ ഒരു ആണി അടിച്ചു വെക്കണം, അല്ലെങ്കിൽ ഒരു കയറെങ്കിലും കെട്ടി വെച്ചോണം. വായിക്കങ്ങോട്ട്. കുഞ്ഞ് നീട്ട് കൊടുക്കാൻ ഞാൻ. കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ. കഞ്ഞാ കുഞ്ഞായോ? കുഞ്ഞേ കുഞ്ഞേ. എന്താടാ, വയറുവേദന എടുക്കുന്നുണ്ടോ? ഇല്ല. ഉറുമ്പ് അടിക്കുന്നുണ്ടോ? ഇല്ല. എന്താ നിന്റെ കുഴപ്പം? മൂത്രമൊഴിക്കണം. ഇതാണ് അവന്റെ കുഴപ്പം. എപ്പോ പാഠപുസ്തകം വായിക്കാൻ വിളിച്ചാൽ അപ്പം മൂത്രം ഒഴിക്കണം. ഈ പീരീഡ് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. ഈ പീരീഡ് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. വായിക്കണം അങ്ങോട്ട്. കുഞ്ഞേ കുഞ്ഞേ, നീ തരുമോ? പുസ്തകത്ത് തുടക്കാതെ. അയ്യേ, പുസ്തകത്ത് തുടക്കാതെ. ഈ പീരീഡ് കഴിയുമ്പോ മണ്ണ് വാരിയിട്ടാണ് കേട്ടാ. അല്ല, ഒരു കാര്യം ചെയ്യും, അപ്പുറത്തെ ക്ലാസ്സിലോട്ട് തെറ്റി വിട്ടെ. പോട്ടെ പോട്ടെ. പഠിക്കുന്നു പുസ്തകം തൂക്കെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞാ കുഞ്ഞാ, നീ തരുമോ? നിന്നോട് കയ്യിലെ നെയ്യപ്പം ഇല്ല, തരില്ല നെയ്യപ്പം. അയ്യോ കാക്കയെ പറിച്ചോ. കാക്കയെ പറിച്ചോ? ഇതാ ഞാൻ പറഞ്ഞു, അക്ഷരം നോക്കി പുസ്തകം നോക്കി വ്യക്തമായിട്ട് വായിക്കണമെന്ന് കേട്ടോ. അയ്യോ കാക്കയെ പറിച്ചോ കേട്ടോ. അയ്യോ കാക്കയെ. മക്കളെ, ഞാൻ പറഞ്ഞു നമ്മുടെ സർക്കാർ ബസ് അടിക്കുന്ന പുസ്തകമാണ്. അക്ഷരത്തെറ്റൊക്കെ വരും. അപ്പുറത്ത് റായുടെ അപ്പോഴെങ്ങനെ വായിക്കും? അയ്യോ കാക്ക പറച്ചു. എടാ, അയ്യോ കാക്കയെ പറ്റിച്ചോ. തൊട്ട് വായിക്ക്. 21 കാക്ക. മോൻ കാക്കയെ കണ്ടിട്ടുണ്ടോ? കാക്ക എങ്ങനെ ഇരിക്കും? കാക്കയുടെ നിറം എന്താണ്? കറുപ്പ്. കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട്? ഒരു പാൻ കാർഡ്, ATM കാർഡും തിരിച്ചൽ കാർഡ്. അതേത് കാക്കയ്ക്കാടാ? സുലൈമാൻ കാക്ക. റേഷൻ കാർഡും പാസ്പോർട്ടും ഉണ്ട് കേട്ടോ. കേട്ടോ, അത് നീ വെട്ടി കുറച്ചോ? എടാ, സുലൈമാൻ കാക്കയുടെ പാൻ കാർഡും തിരക്കി കിടക്കുന്നു. എടാ, പറന്ന് നടക്കുന്ന കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട്? ഒരു ചുണ്ട്. ചുണ്ടല്ല, ചുണ്ട്. 2 കണ്ണ്. ഒരു ശരവല്.
ഒരു സെറവലും അല്ല 1.5 സെറവല്. അന്ത കാക്ക വികലാംഗനാടാ 1.5 സെറവലും 2 സെറവല്. ചെലവരും ചിരട്ടൊന്നുമല്ല. 2 ചിറകുകൾ, 2 കാല്, ആ. ഒരു സന്ധി. ആവശ്യമില്ലാത്തത് നോക്കുമോ? കാക്കയ്ക്ക് നാണം വരൂല്ലേ? ആവശ്യമില്ലാത്തത് നോക്കരുത് കേട്ടാ. ആ വായിക്കും. കാക്ക കൂടെ ഇവിടെ. കാക്കയുടെ കൂടെ എവിടെയാണ്? കോഴിക്കുട്ടി. അപ്പൊ കോഴി എന്തോ ചെയ്യും? കോഴി മുറ്റത്ത് കൊത്തുപേർ കിടക്കും. കാക്ക വന്നിരുന്ന് അടയിരിക്കും അല്ലയോ? എടാ കാക്കയുടെ കൂടെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വൃക്ഷങ്ങളുടെ മുകളിലാണ്. എവിടെയാണ്? മുകളിൽ. ആ വായിക്കും. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ആരുടെ കുഞ്ഞ്? സാറിന്റെ കുഞ്ഞ്. കുട്ടികളില്ലാത്ത എനിക്ക് ഇവിടുന്നാടാ കുഞ്ഞ്. അല്ല, എത്ര കുഞ്ഞ്? കുറച്ചുകൂടെ കഴിയുമ്പോ ഇവിടുത്തെ സാറന്മാരുടെ ഒക്കെ കുഞ്ഞുങ്ങളാന്ന് പറയുമല്ലോ. എടാ കാക്കയുടെ കുഞ്ഞ്, കാക്ക കുഞ്ഞ്. ആ വായിക്കും. എത്ര കുഞ്ഞുണ്ടോ? ഉണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ. കുഞ്ഞിന് എന്ത് തീറ്റയാണ് കൊടുക്കുന്നത്? ബിരിയാണി. ബിരിയാണി കഴിക്കാൻ കാക്ക എന്തോടാ പൊന്നാനിക്കാരനാണോ? എടാ കാക്കയുടെ ആഹാരം എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളായ വസ്തുക്കൾ ഏതാണ്? മാലിന്യയുടെ വസ്തു. അവിടെ അമ്മായിയമ്മയുടെ 6 സെന്റ് വസ്തു. എടാ മാലിന്യങ്ങളായ വസ്തുക്കൾ ഏതാ?